പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മളെ ബിയോണ്ട് ദ ഹൊറിസോൺ ജ്യോതിശാസ്ത്ര പരമ്പരയുടെ 27ാം ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ 27ാം ഭാഗത്തിൽ ചില പ്രധാനപ്പെട്ട 17ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞരെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ആൾ നമ്മളിന്നറിയപ്പെടുന്ന ഐക്യനാടുകൾ, അമേരിക്കൻ ഐക്യനാടുകളിലെ പഴയകാലത്തെ നീഗ്രോകൾ, അടിമ നീഗ്രോകളെ കച്ചവടം ചെയ്ത കാലത്തുണ്ടായിരുന്ന ഒരടിമയുടെ മകൻ്റെ കഥയാണെന്ന് പറയാൻ പോകുന്നത്. അമേരിക്കയിലെ ആദ്യത്തെ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ. നമുക്കറിയാം, അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത് പ്രസിഡന്റ് അബ്രഹാം ലിങ്കൻ വന്നതിന് ശേഷമാണ്. അദ്ദേഹം അതിന് വലിയ പ്രയത്നം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആ അടിമത്ത നിരോധന ബില്ല് വന്നിട്ട് കൂടെ അമേരിക്കയിലെ വമ്പൻ തോട്ടമുടമകൾ തങ്ങളുടെ തൊഴിലാളി വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിട്ട് ആ നിയമത്തെ മാനിക്കാൻ തയ്യാറില്ലായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അറിയാത്ത കാര്യമല്ല, എങ്കിലും ഞാനിതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ തലമുറ ചരിത്രം മറന്നു പോവുകയാണ്. നാം കടന്നു വന്ന വഴി എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അമേരിക്കയുടെ ചരിത്രം അതാണ്. 10,000-കണക്കിന് അടിമകളെ ആഫ്രിക്കയിൽ നിന്ന് ബലാത്കാരേണ പിടിച്ച് കപ്പലിൻ്റെ ഡെക്കിനകത്തിട്ട് ശ്വാസം കഴിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവരെ കടൽ കടത്തി അമേരിക്കയിൽ കൊണ്ടുപോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നത്തെ അമേരിക്കക്കാർക്ക് അതൊക്കെ അറിയുമോ ഇല്ലയോ എന്നറിയില്ല. ചരിത്രം പഠിക്കാത്തൊരു വർഗമാണല്ലോ ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. അത്രമാത്രം നിഷ്ഠൂരമായ ഒരു കാലഘട്ടം അമേരിക്കക്കുണ്ടായിരുന്നു. ഇപ്പോഴും മോശമൊന്നുമല്ല, എങ്കിലും ആ കാലഘട്ടത്തിൽ എബ്രഹാം ലിങ്കൻ്റെ നിയമത്തിനകത്ത് ഒരു പഴുതുണ്ടായിരുന്നു. ആ പഴുത് എന്താണെന്ന് പറഞ്ഞാൽ, അടിമത്തം നിരോധിച്ചു, പക്ഷേ തോട്ടം ഉടമകളൊന്നും അടിമകളെ സ്വതന്ത്രരാക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിൽ ഒരു പഴുത്, ഏതടിമയുടെ കയ്യിലാണോ സമ്പത്തുള്ളത് ഉണ്ടെങ്കിൽ വളരെ കുറവാണ്, അങ്ങനെയുള്ള അടിമയ്ക്ക് സ്വാതന്ത്ര്യം വില കൊടുത്ത് വാങ്ങിക്കാം. തങ്ങളുടെ പണിയെടുക്കുന്ന തോട്ടം ഉടമയ്ക്ക് പ്രതിഫലം കൊടുത്ത് തങ്ങളുടെ സ്വാതന്ത്ര്യം വാങ്ങിക്കാം എന്നൊരു ചെറിയ ഭാഗം ആ നിയമത്തിലുണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ ഈ പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ അച്ഛൻ ആ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യം വിലക്ക് വാങ്ങിക്കുകയായിരുന്നു. അങ്ങനെയാണ് ബെഞ്ചമിൻ ബെന്നേക്കർ എന്ന അടിമ ജ്യോതിശാസ്ത്രജ്ഞനായി. അദ്ദേഹം അമേരിക്കയുടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു. സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു: ജ്യോതിശാസ്ത്രം അല്പമെങ്കിലും പഠിക്കാതെ, ഭൂമിയുടെ ശാസ്ത്രം അല്പമെങ്കിലും പഠിക്കാതെ സർവേ നടത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമായി ജ്യോതിശാസ്ത്രം പഠിച്ചു. സ്വന്തമായി ഒരു എഫെമറസ് ഉണ്ടാക്കി, ഒരു പഞ്ചാംഗം. 1792 ഗ്രഹണം പ്രവചിച്ചു. അത്ര സമർത്ഥനായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസമില്ല തീരെ, പ്രാഥമിക വിദ്യാഭ്യാസം പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എങ്കിലും അതൊക്കെ അദ്ദേഹം ചെയ്തു. അതാണ് ബെഞ്ചമിൻ ബെന്നേക്കറുടെ കഥ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആദ്യം പറയാൻ പോകുന്നത് ബെഞ്ചമിൻ ബെന്നേക്കറെ പറ്റിയാണ്. അതിനുശേഷം വരുന്നുണ്ട് നിരവധി പേർ. ഒരാൾ തോബിയാസ് മേയർ, ഭൂകമ്പത്തെപ്പറ്റി പഠിച്ച ആൾ.
രണ്ടാമതൊരാൾ പിറേ സൈമൺ ലാപ്ലാസ്, മൂന്നാമതൊരാൾ അല്പം പോലും എന്താ പറയേണ്ടത്, തന്നെപ്പറ്റിയുള്ള കീർത്തനങ്ങൾ ഇഷ്ടപ്പെടാത്ത വ്യക്തി ജോൺ മിഷേൽ. കാലത്തിനു മുമ്പേ നടന്ന മനുഷ്യൻ. ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിലാണല്ലോ നമുക്ക് തോമദ്വാരങ്ങളെ പറ്റിയൊക്കെ ഉള്ള വിവരങ്ങൾ കിട്ടിയത്, 1970-കളിൽ. പക്ഷേ അങ്ങനെ ഒരു വസ്തു ആകാശത്തുണ്ടെന്ന് 200 കൊല്ലങ്ങൾക്ക് മുമ്പേ വിളിച്ചു പറഞ്ഞ ജ്യോതിശാസ്ത്രജ്ഞനാണ് ജോൺ മിഷേൽ. അങ്ങനെ പ്രതിഭാധനരായ പല ജ്യോതിശാസ്ത്രജ്ഞരെയും പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കൂടെ. കാണാൻ മറക്കരുത്. നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചരിത്രബോധമില്ലാത്ത മനുഷ്യന് മുൻപോട്ടുള്ള പ്രയാണം ദുരിതമാണ്. ആ പ്രയാണത്തിന് ദിശാബോധം ഉണ്ടാവുകയില്ല. ചരിത്രബോധം വേണം. അതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ ഈ പറയുന്ന പരമ്പര തുടങ്ങാൻ തന്നെ തീരുമാനിച്ചത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് സഹകരിക്കണം, എല്ലാവരും ഇത് കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിയോണ്ട് ദ ഹൊറിസോൺ പാർട്ട് 27. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ബിയോണ്ട് ദ ഹൊറിസോണിൻ്റെ ജ്യോതിശാസ്ത്ര ചരിത്രത്തിൻ്റെ 27-ാം ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ 27-ാം ഭാഗത്തിൽ 17-ാം നൂറ്റാണ്ടിലെ ഇനിയും ബാക്കിയുള്ള ചരിത്രകാരന്മാരെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഏതാണ്ട് 400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ അമേരിക്കൻ ഐക്യനാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ജനവാസമില്ലാത്ത ഒരു വലിയ രാജ്യമായിരുന്നു. ആ ഭാഗത്ത് ചരിത്രം പഠിച്ചവർക്കറിയാം, ആദ്യമായിട്ട് അമേരിക്കയെ കണ്ടുപിടിക്കാനായി പുറപ്പെട്ട, അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടുപിടിക്കാൻ പുറപ്പെട്ട ക്രിസ്റ്റഫർ കൊളംബസ് എന്ന മനുഷ്യൻ അമേരിക്കയായിരുന്നു കണ്ടുപിടിച്ചത്. അദ്ദേഹം ആ വലിയ രാജ്യത്തെ എത്തി അവിടുത്തെ അന്നുണ്ടായിരുന്ന ഗോത്രവർഗക്കാരെ മുഴുവൻ തിരിച്ചറിഞ്ഞ ശേഷം പിന്നീട് യൂറോപ്പിൽ നിന്ന് വലിയൊരു ജനസഞ്ചയം ആ രാജ്യത്തേക്ക് കുടിയേറിപ്പാർക്കുകയായിരുന്നു. കുടിയേറിപ്പാർത്ത ഈ സഞ്ചയത്തിന് അവിടുത്തെ വൻതോതിലുള്ള ഭൂമി മുഴുവൻ കൈയടക്കി അവിടെ വലിയ വലിയ തോട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ നിർഭാഗ്യവശാൽ തോട്ടത്തിൽ പ്രവൃത്തിയെടുക്കാനായി അവിടുത്തെ ഗോത്രവർഗ ജനത തയ്യാറായില്ല. പകരം അവർ ഉപയോഗിച്ച വളരെ കുത്സിതമായ മാർഗം അക്കാലത്തെ ആഫ്രിക്കയിലേക്ക് കടന്നു കയറി സാധാരണക്കാരായ നാട്ടുകാരെ, വിദ്യാഭ്യാസമില്ലാത്ത ദരിദ്രരായ അനേകം നീഗ്രോകളെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവന്ന് കപ്പലിൽ കൊണ്ടുവന്ന് അടിമക്കച്ചവടം നടത്തി അമേരിക്കയിലെ തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കുകയായിരുന്നു. അവരെ കൊണ്ടുവന്നത് തന്നെ വളരെ ഭയാനകമായ രീതിയിൽ, മനുഷ്യത്വരഹിതമായ രീതിയിലായിരുന്നു അവരെ അമേരിക്കയിൽ കൊണ്ടുവന്ന് അവരെ വലിയ കച്ചവട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു തോട്ടം മുതലാളിമാർക്ക്. അങ്ങനെ 10,000-കണക്കിന് അടിമകളെ കൊണ്ടുവന്ന് ആ പണിയേൽപ്പിച്ച അടിമകളിൽ പെട്ട ഒരു മനുഷ്യന്റെ മകനായിരുന്നു ബെഞ്ചമിൻ ബെന്നേക്കർ. പിൽക്കാലത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അമേരിക്കയുടെ പ്രസിഡന്റായ അബ്രഹാം ലിങ്കൻ വന്നതോടുകൂടെ അവര് ചെയ്യുന്ന ഈ അടിമ പ്രവൃത്തി കിരാതമാണ്, തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അത് നിരോധിക്കാനുള്ള നിയമം ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ നിയമത്തിൽ
പക്ഷേ അന്നത്തെ തോട്ടം തൊഴിലാളിമാർ അതിനോട് സഹകരിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അവർ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അക്കാലങ്ങളിൽ ഇതിനെ എതിർത്ത അന്നത്തെ മുതലാളിമാർ. പക്ഷേ പ്രസിഡന്റ് ലിങ്കൻ ശക്തനായ ഒരു ഭരണാധികാരി ആയതുകൊണ്ട് ആ നിയമങ്ങളിൽ ഒരു ചെറിയ ഇളവ് ചെയ്ത് അന്നത്തെ അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വന്തം സ്വാതന്ത്ര്യം ഈ മുതലാളിമാർക്ക് പണം കൊടുത്ത് വാങ്ങിക്കാം എന്ന ഒരു ചെറിയ സൗകര്യം ചെയ്തു കൊടുത്തത് കൊണ്ട് ഒരു വലിയ വിഭാഗം അന്നത്തെ അടിമകൾ സ്വന്തം മക്കളെ സ്വതന്ത്രരാക്കാൻ പണം കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായ ഒരാളാണ് നമ്മുടെ ബെഞ്ചമിൻ ബെന്നേക്കർ. അദ്ദേഹം വിലക്ക് വാങ്ങിയ സ്വാതന്ത്ര്യം കൊണ്ട് അന്നത്തെ അമേരിക്കയിലെ സർവേ ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്കാരനായി കയറി. സർവേ ഡിപ്പാർട്ട്മെന്റിൽ സർവേ ചെയ്യണമെങ്കിൽ ചില ശാസ്ത്രീയമായ പ്രവർത്തനം ചെയ്യണമല്ലോ. അദ്ദേഹം അതിന് കണ്ടെത്തിയത് ജ്യോതിശാസ്ത്രം പഠിക്കലായിരുന്നു. കാരണം അടിസ്ഥാന സർവേ ചെയ്യണമെങ്കിൽ ഒരു ബിന്ദു കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള സഹായത്തോടെ അദ്ദേഹം നക്ഷത്ര നിരീക്ഷണം തുടങ്ങി. നക്ഷത്ര നിരീക്ഷണത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ, ഘടികാരം, മറ്റന്നക്കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ വാങ്ങി സ്വന്തമായി ഉണ്ടാക്കി ഒരു പഞ്ചാംഗം ഉണ്ടാക്കി അതിൻ്റെയൊക്കെ സഹായത്തോടുകൂടെ അദ്ദേഹം വാനനിരീക്ഷണം നടത്തി സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതൊന്നും പോരാതെ അദ്ദേഹം 1792 അക്കാലത്തെ ഒരു ഗ്രഹണത്തെ പ്രവചനം നടത്തി. അസമർത്ഥനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞനായി മാറി അദ്ദേഹം. അതാണ് ഇന്നത്തെ ആദ്യത്തെ ഭാഗം. യൂറോപ്യൻകാർക്ക് അക്കാലത്ത് ഉത്തര ഖഗോളത്തിലെ നക്ഷത്രങ്ങളെ മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം നമുക്കറിയാം. യൂറോപ്പ് ഏതാണ്ട് അക്ഷാംശം 20 ഡിഗ്രിക്കും വടക്ക് ഭാഗത്തായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ദക്ഷിണ ഖഗോളത്തിലെ നക്ഷത്രങ്ങളെ പരിചയപ്പെടൽ വളരെ പ്രയാസകരമായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് അക്കാലത്തെ ഒരു ഫ്രഞ്ച് നിരീക്ഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ലൂയിസ് ഡി ലെക്കയിൽ. ലെക്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ പോയി. ദക്ഷിണാഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ദക്ഷിണ ഖഗോളം വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ദക്ഷിണാഫ്രിക്കയുടെ തെക്കേ മുനമ്പിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ പോയി 1750 ഏതാണ്ട് 10,000 നക്ഷത്രങ്ങളെ അദ്ദേഹം നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വെച്ചു. പോരാ, 42ഓളം നെബൂലകളെയും കണ്ടെത്തി. ഈ കണ്ടെത്തിയ നെബൂലകളെയും നക്ഷത്രങ്ങളെയും അദ്ദേഹം പിന്നീട് എല്ലാം ചേർത്ത് വെച്ച് പുതിയ നക്ഷത്ര ഗണങ്ങളാക്കി മാറ്റി. അതിന് മുമ്പത്തെ നക്ഷത്ര ഗണങ്ങളിൽ ദക്ഷിണ ഖഗോളത്തിലെ നക്ഷത്ര ഗണങ്ങൾ വളരെ അപൂർവമായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ദക്ഷിണ ഖഗോള വസ്തുവിനെ കണ്ടെത്തിയത് ഒരു സ്പാനിഷ് സഞ്ചാരിയാണ്, ഫെർഡിനാൻഡ് മെഗല്ലൻ. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ദക്ഷിണ ഖഗോളത്തിലെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട 2 മെഗല്ലനിക് മേഘങ്ങളെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ആ പേര് പോലും അദ്ദേഹത്തിന്റെ പേരാണ് ആ മേഘങ്ങൾക്ക് വെച്ചത്. നമുക്കറിയാം, ഒന്ന് സ്മോൾ മെഗല്ലനിക് ക്ലൗഡ്സും രണ്ടാമത്തേത് ലാർജ് മെഗല്ലനിക് ക്ലൗഡ്സും. അവ രണ്ടും എന്താണെന്ന് നമ്മുടെ മെഗല്ലൻ അറിയാമായിരുന്നില്ല. പിൽക്കാലത്ത് അവ രണ്ടും ചെറിയ ഗാലക്സികളാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. അതുകൂടാതെ നമ്മുടെ ഈ നിക്കോളാസ് ലൂയിസ് ഡി ലെക്കൈൻ
ദക്ഷിണ ധ്രുവത്തിന്റെ പ്രദേശത്തിന്റെ ഭൂമിയുടെ അർദ്ധദേശം കണ്ടെത്തി. ദക്ഷിണ ധ്രുവം തന്നെ പരന്നതാണെന്നും കൂടെ അദ്ദേഹത്തിന് മനസ്സിലായി. 1800 വർഷങ്ങളിൽ നടക്കാനിരിക്കുന്ന ഗ്രഹണങ്ങളെ അദ്ദേഹം പ്രവചിച്ചു. കൂടാതെ ഈ 14 നക്ഷത്ര ഗണങ്ങളെ ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു വലിയ നക്ഷത്ര പട്ടിക ഉണ്ടാക്കി. അതിന്റെ പേര് ഇടതുവശത്ത് കാണാം ചിത്രം. അതിന്റെ 1-ാം പേജാണത്. കൊയലം ആസ്ട്രേലിയ സ്റ്റെല്ലിഫോറം. 1757 ലക്കയിലെ സ്വീഡിഷ് അക്കാദമിയിലും ലണ്ടനിലെ റോയൽ സൊസൈറ്റിയിലും അംഗത്വം ലഭിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ലക്കയിൽ ആസ്ട്രോണമി ഫണ്ടമെന്റ നോവിസിമിസ് എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ 400ഓളം തീവ്രപ്രകാശമുള്ള നക്ഷത്ര പട്ടികയും അവയിൽ ന്യൂട്ടേഷനും കൊടുത്തിരുന്നു. ന്യൂട്ടേഷൻ എന്താണെന്ന് അറിയാമല്ലോ. അതുകൂടാതെ ഹാലി കണ്ടുപിടിച്ച ധൂമകേതുവിനെ ആ പേര് നൽകിയത് നമ്മുടെ ഈ ലക്കേലിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയെ നിലനിർത്താൻ 9135 എന്ന ഒരു ചിഹ്നഗ്രഹം ഉണ്ട്. ലക്കയിൽ ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിന്റെ സന്തതിയാണ്. 16-ാം നൂറ്റാണ്ട് നമുക്കറിയാം. ഇറ്റലിയിലെ തുടങ്ങിയ നവോത്ഥാനം യൂറോപ്പിലാകെ വ്യാപിച്ചു. പോരാത്തതിന് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവത്തിന്റെ കേളുകെട്ട് തുടങ്ങിയിരുന്നു. ആ കാലത്താണ് ലക്കയിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം കണ്ടുപിടുത്തങ്ങൾ, ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരുന്ന യൂറോപ്പിൽ അദ്ദേഹം ഉണ്ടാക്കിയ 14 നക്ഷത്ര ഗണങ്ങൾക്കും പേര് ഈ പറയുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഉപകരണങ്ങളുടെ പേരാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതിനു മുമ്പുണ്ടായിരുന്ന നക്ഷത്ര ഗണങ്ങളുടെ പേരും ലക്കയിൽ കണ്ടുപിടിച്ച 14 ഗണങ്ങളുടെ പേരും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇക്കാര്യം. കാരണം നക്ഷത്രങ്ങളുടെ പഴയകാല പേരുകൾ മുഴുവൻ തന്നെ ബാബിലോണിയക്കാരോ ഗ്രീക്കുകാരോ കണ്ടെത്തിയതാണല്ലോ. അവയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഈ പറയുന്ന ഗണങ്ങൾ. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ അതല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിന്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടി കൂടിയാണ് ലക്കയിൽ അങ്ങനെ ചെയ്തത്. അതിനു മുമ്പ് അറിയപ്പെടാതിരുന്ന പല ഉപകരണങ്ങളും അതിനുണ്ട്. നമുക്ക് നോക്കാം. സർക്കിനസ് എന്ന കോമ്പസ് ആണ്, വൃത്തം വരക്കുന്ന കോമ്പസ്. ഫോർമാക്സ് എന്നാൽ ഫർണസ് ആണ്. ഫർണസ് ലോഹം ഉരുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, യന്ത്രം. ഹോറോലോകം എന്ന് പറഞ്ഞാൽ ഘടികാരമാണ്. മേശ, ടേബിൾ. മൈക്രോസ്കോപ്പിയം. ഇങ്ങനെ അക്കാലത്ത് അദ്ദേഹം കൊടുത്ത പേരുകളൊക്കെ തന്നെ അന്നത്തെ ആ കാലഘട്ടത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയും കൂടിയായിരുന്നു. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഡൊമിനിക്കോ കാസിനിയുടെ മകൻ ജാക്യുസ് കാസിനിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായി. അദ്ദേഹത്തിന്റെ മകനാണ് ഈ ജാക്യുസ് കാസിനിയുടെ മകനാണ് ഈ 3-ാം തലമുറ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ പേര് ഫ്രാങ്കോയിസ് കാസിനി, ഇറ്റലിക്കാരാണ്. ഈ ഫ്രാങ്കോയിസ് കാസിനിയുടെ പ്രധാന സംഭാവന എന്നാൽ മെറിഡിയൻ ചാപത്തിന്റെ അളവെടുത്തതായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ ഇന്ന് അറിയുന്ന ഭൗതിക അളവുകളുടെ തുടക്കം ഫ്രാൻസിൽ നിന്നായിരുന്നു. അതായത് ഭൗതിക അളവുകൾ എന്ന് പറഞ്ഞാൽ ദൂരത്തിന്റെ അളവ്, സമയത്തിന്റെ അളവ്, തൂക്കത്തിന്റെ അളവ്, ഇതിന്റെ ഒക്കെ
അതുപോലെ തന്നെ മാപ്പ് നിർമ്മാണത്തിനൊക്കെ ആദ്യകാലത്ത് നേതൃത്വം കൊടുത്തത് ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞരായിരുന്നു. യൂറോപ്പിന്റെ മറ്റ് പല ഭാഗങ്ങളിലുണ്ടായിരുന്ന ജെറാർഡ് മർക്കാറ്ററുമായുള്ള ആളുകൾ പാരീസ് നിലയത്തിൽ വെച്ചായിരുന്നു ഈ പ്രവർത്തനം ഏറ്റെടുത്തത്. അപ്പോ മാനചിത്രങ്ങൾ അല്ലെങ്കിൽ മാപ്പുകൾ ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായി ഭൂമിയുടെ അളവുകൾ അറിഞ്ഞിരിക്കണമല്ലോ. അതിൽപ്പെട്ട ഒരളവാണ് മെരീഡിയൻ സർക്കിൾ അല്ലെങ്കിൽ മെരീഡിയൻ വൃത്തം എന്നത്. ഇനി നമുക്ക് എന്താണ് മെരീഡിയൻ വൃത്തം എന്ന് നോക്കാം. ഒരു നിരീക്ഷകൻ, വാനനിരീക്ഷകൻ ഭൂമിയിൽ നിന്ന് ഏത് ഇടത്ത് നിന്നിട്ടും വാനനിരീക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തലക്ക് മുകളിൽ നേരെ ഉള്ള സാങ്കല്പിക ബിന്ദുവാണ് വെനിത്ത്. മലയാളത്തിൽ അതിന് പറയുന്നത് ഊർധ്വബിന്ദു എന്നാണ്. ഈ കാലിന് കീഴാണെങ്കിലോ അതിന് നേരെ എതിരകത്തിൽ ആ ബിന്ദുവിന് പറയുന്നത് നാദിർ എന്നാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ ബിന്ദുക്കൾ തമ്മിലും മെരീഡിയൻ ചാപവും തമ്മിൽ എന്താ ബന്ധം നോക്കാം. മെരീഡിയൻ വൃത്തം എന്നാൽ അതൊരു വലിയ വൃത്തമാണ്. അതായത് ഭൂമിയെ ഉത്തര ധ്രുവത്തിൽ നിന്ന് തുടങ്ങി ഞാനീ പറഞ്ഞ ഊർധ്വബിന്ദു അല്ലെങ്കിൽ വെരിത്തിൽ കൂടെ കടന്ന് വീണ്ടും നാദിറിൽ കൂടെ കടന്ന് തിരിച്ച് ഉത്തര ധ്രുവത്തിൽ തന്നെ സമാപിക്കുന്ന ഒരു വലിയ വൃത്തം. ആ വൃത്തത്തിനാ പറയുന്ന മെരീഡിയൻ സർക്കിൾ അല്ലെങ്കിൽ മെരീഡിയൻ വൃത്തം എന്നത്. അതിന് പ്രത്യേകത എന്താ? ഒരാൾ വാനനിരീക്ഷണം നടത്തുന്ന ഒരാൾക്ക് തലക്ക് മുകളിൽ, അതായത് അദ്ദേഹം നിൽക്കുന്നത് മിക്കവാറും വാനനിരീക്ഷണം നടത്താൻ തെക്ക് വടക്കായിട്ടാണല്ലോ നിരീക്ഷിക്കേണ്ടത്. തെക്ക് വടക്ക് നിരീക്ഷിക്കുമ്പോൾ നിരീക്ഷകന്റെ ഒരു ഭാഗം കിഴക്കും മറ്റേ ഭാഗം പടിഞ്ഞാറുമായിരിക്കും. കാരണം ഭൂമിയുടെ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടുള്ള ഭ്രമണം കാരണം നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക് ചലിക്കേണ്ടതും ആകാശം ചലിക്കുമ്പോൾ ആകാശ വസ്തുക്കളും ചലിക്കും. ആ തോന്നൽ കൊണ്ട് എല്ലാ നക്ഷത്രങ്ങളും നിരീക്ഷകന്റെ തലയ്ക്ക് മുകളിൽ കൂടെ നിൽക്കുന്ന ഈ പറയുന്ന മെരീഡിയൻ വൃത്തത്തെ കടന്നു വേണം പടിഞ്ഞാറോട്ട് പോകാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് മെരീഡിയൻ വൃത്തം. ഇവിടെ നമ്മുടെ പരാമർശം എന്താണ്? മെരീഡിയൻ ചാപമാണ്. വൃത്തത്തിന്റെ ചെറിയ ഭാഗമായിരിക്കുമല്ലോ ചാപം. ചാപം ഇവിടെ എങ്ങനെയാണ് പ്രസക്തമാണെന്ന് നോക്കാം. ഒരാൾക്ക് ഭൂമിയിൽ മാപ്പ് ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ദൂരം അറിഞ്ഞിരിക്കണം. അതായത് സാങ്കല്പികമായ ഭൂമിയെ അളന്ന് മുറിച്ച രേഖകൾ ഉണ്ട്. ഇതൊക്കെ അടിസ്ഥാന ജ്യോതിശാസ്ത്രവും അടിസ്ഥാന ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗങ്ങളാണ്. അതിൽ ഭൂമി ഇവിടെ മധ്യഭാഗത്തെ സങ്കല്പിച്ചിരിക്കുന്നത് ഭൂമധ്യരേഖ എന്ന 0 ഡിഗ്രിയിലാണ്. പിന്നീട് ഭൂമധ്യരേഖയിൽ നിന്നും ഓരോ ഡിഗ്രി ആയിട്ട് വടക്ക് ഭാഗത്തേക്ക് ഉത്തര അക്ഷാംശവും അത് 90 ഡിഗ്രിയിൽ ഉത്തര ധ്രുവത്തിലാണ് അവസാനിക്കുന്നത്. അതേപോലെ 0 ഡിഗ്രിയിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് ഓരോ ഡിഗ്രി ആയിട്ട് ദക്ഷിണ അക്ഷാംശം ഉണ്ടാവും. ഈ ഒന്ന് അക്ഷാംശവും മറ്റൊന്ന് രേഖാംശവും. രേഖാംശം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭൂമിയെ 24 മണിക്കൂർ കൊണ്ടാണല്ലോ ഭൂമി തിരിയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക്. അങ്ങനെ വരുമ്പോൾ ഈ 24 മണിക്കൂറിനകത്ത് ഓരോ മണിക്കൂറിനെയും രേഖാംശമായി നിർണയിച്ചിരിക്കുന്നു. തുടങ്ങുന്ന അത് തുടങ്ങുന്നത് ഗ്രീൻവിച്ച്, ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് ഒബ്സർവേറ്ററി നിരീക്ഷണ നിലയത്തിൽ നിന്ന് തുടങ്ങിയിട്ട് 180 ഡിഗ്രി കിഴക്കോട്ടും 180 ഡിഗ്രി പടിഞ്ഞാറോട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ അക്ഷാംശത്തിന്റെ കാര്യം എടുക്കാം.
ഓരോ അക്ഷാംശവും ഓരോ ഡിഗ്രി ആണെങ്കിൽ ഓരോ രാജ്യത്തും ഈ അക്ഷാംശത്തിന്റെ ദൂരങ്ങൾ ഓരോ സ്ഥലങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ആ ദൂരം കണ്ടുപിടിക്കൽ വളരെ പ്രധാനമാണ്. ഒരു മാപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ദൂരത്തിന്, അതായത് 1 ഡിഗ്രി അക്ഷാംശത്തിനും 0 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയ്ക്കുള്ള ആ ദൂരം, മെരീഡിയൻ ചാപം എത്ര നീളം ഉണ്ടാവും, എത്ര ദൂരമുണ്ടാവും എന്ന് മനസ്സിലാക്കലാണ് മെരീഡിയൻ ചാപത്തിന്റെ അളവെടുത്തത്. ഇതിന് നേതൃത്വം കൊടുത്ത് നമ്മുടെ ഈ പറയുന്ന ഫ്രാങ്കോയിസ് കാസിനിയായി. ഭൂകമ്പശാസ്ത്രത്തെ പറ്റി അറിയാത്തവരാരും ഉണ്ടാവുകയില്ലല്ലോ. ഇനി പറയാൻ പോകുന്നത് ഭൂകമ്പശാസ്ത്രത്തിന്റെ തുടക്കക്കാരനായിട്ടുള്ള ഒരാളെ പറ്റിയാണ്. അതാണ് ജോൺ വിൻത്രോ. 1769 മുതൽ ഇദ്ദേഹം 73 വരെ 4 വർഷം അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. 1755 ഭൂകമ്പത്തെ കുറിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഭൂകമ്പ പഠനത്തിന്റെ തുടക്കം. ഭൂകമ്പ പഠനം മാത്രമല്ല, 61-ലും 69-ലും ഒക്കെ നടന്ന സന്ദർഭങ്ങളെ പറ്റി അദ്ദേഹം നിരീക്ഷിച്ചു, രേഖപ്പെടുത്തി വെച്ചു. ചന്ദ്രൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അത് ആവർത്തിക്കാൻ തോന്നുന്നില്ല. അതാണ് ജോൺ വിൻത്രോ. ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഒരു ചിത്രമുണ്ട്. ഒരു വലിയ നിരീക്ഷണ നിലയത്തിന്റെ ചിത്രമാണ്. അക്കാലത്തെ നിരീക്ഷണ നിലയത്തൊക്കെ ഇങ്ങനെയാ. ആദ്യകാലത്തെ വലിയൊരു കെട്ടിടം. ആ കെട്ടിടം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ ഒരാളാണ്, ഒരു പാതിരിയായിരുന്നു. പേര് ജർമ്മൻകാരനായിരുന്നു, ജർമ്മൻ ഡച്ച് പാതിരിയായിരുന്നു. പേര് ജോഹാൻ മാരിറ്റ്സ് മോഹർ. ധാരാളം അക്കാലത്ത് ക്രിസ്ത്യൻ പാതിരിമാർ ശാസ്ത്രത്തിലെ അന്വേഷണത്തിന് വേണ്ടി മുമ്പോട്ട് വന്നിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ഈ ഡച്ചിൻ പാതിരി മാരിറ്റ്സ് മോഹർ. നമ്മുടെ കോപ്പർനിക്കസൊക്കെ പാതിരി ആയിരുന്നല്ലോ. അപ്പൊ അതിൽ അത്ഭുതമില്ല. അദ്ദേഹത്തിന്റെ ജീവിതകാല സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഈ നിരീക്ഷണ നിലയം അദ്ദേഹം സ്ഥാപിക്കുകയും അതിനകത്ത് ഏറ്റവും നല്ല അന്ന് ലഭ്യമായിരുന്ന ഏറ്റവും നല്ല ഉപകരണങ്ങളൊക്കെ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തത് അദ്ദേഹമാണ്. സ്ഥാപിച്ച സ്ഥലത്തിന്റെ ഒരു ബെട്ടാവിയ. അത് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം അദ്ദേഹം ഏറ്റെടുത്തു. അതെന്താണെന്ന് പറഞ്ഞാൽ ആ ബെട്ടാവിയയുടെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ നടന്നു. എന്താ ഈ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ? അത് കുറച്ച് പറയാനുണ്ട്. നമുക്കറിയാം, ഭൂമി ഒരു വലിയ കാന്തമാണെന്ന് അറിയാമല്ലോ. വളരെ വലിയ കാന്തം. അതെന്താ കാരണം ഭൂമിയുടെ കേന്ദ്രം ഒരു വലിയ വൃത്താകൃതിയിലുള്ള ഒരു ഭാഗമാണ് ഭൗമകേന്ദ്രം. ആ ഭൗമകേന്ദ്രത്തിൽ കാന്ത ലോഹങ്ങളാണ് ഉള്ളത്. കാരണം കാന്തിക ലോഹം എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, പിന്നെ കോബാൾട്ട്, നിക്കല്, ഇങ്ങനെയുള്ളവയാണ്. അതായത് ഫെറസ് മെറ്റീരിയൽസ്. ഈ കാന്തിക മേഘങ്ങൾക്ക് ഒരു പ്രത്യേകത, അവർക്ക് വൻതോതിൽ സാന്ദ്രത ഉണ്ടാവും. ആ സാന്ദ്രത കാരണം ആണ് ഭൂമി ഉണ്ടായ കാലത്ത് അവയൊക്കെ കേന്ദ്രത്തിൽ പോയി ശേഖരിക്കപ്പെട്ടത്. മാത്രമല്ല, അതിപ്പോഴും തിളച്ചു മറയുന്ന ദ്രാവക രൂപത്തിലാണ്. ഈ പറയുന്ന ലോഹങ്ങളുടെ ഉരുകി തിളക്കുന്ന ദ്രാവക രൂപമാണ് നമ്മുടെ ഭൂമിയുടെ കേന്ദ്രം. അപ്പോ ഈ കേന്ദ്രം തന്നെ വലിയൊരു മാഗ്നറ്റാണ്. അതിന് ധ്രുവങ്ങളുണ്ട്, ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും. ആ ദക്ഷിണധ്രുവവും ഉത്തരധ്രുവമാണ് ഭൂമിക്ക് അനുഭവപ്പെടുന്നത്. അതുകൂടാതെ ഭൂമിക്ക് അതിൻ്റെതായ സ്വന്തമായ
ഉത്തരവും ദക്ഷിണവും ധ്രുവങ്ങളുണ്ട്. പലപ്പോഴും ഇവ തമ്മിൽ ചെറിയൊരു കോണിക വ്യത്യാസം ഉണ്ടാവും. ആ കോണിക വ്യത്യാസത്തിനാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. വളരെ ചെറിയ കോണം. അതുകൂടാതെ നമ്മുടെ മോഹർ 1761 69 ശുക്രസന്തരണവും ബുധസന്തരണവും ഒക്കെ നിരീക്ഷിച്ചു, അളവുകളെടുത്തു. 1780 നിർഭാഗ്യവശാൽ ആ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി അദ്ദേഹത്തിന്റെ നിലയത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താനായിട്ട് 5494 എന്ന ഒരു ശിലാഗ്രഹം അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ട്. നമ്മള് പലതരം ലോഹങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ഒരു ലോഹത്തെ പറ്റി അറിയാത്തവരാരും ഉണ്ടാവില്ല. സ്വർണം സാധാരണക്കാർ ഇത്ര അധികം ഭ്രമിക്കുന്ന, അത്യാർത്തിയോടെ വാങ്ങിക്കൂട്ടുന്ന ഒരു സാധനമാണ് സ്വർണം. പ്രത്യേകിച്ചും ഇന്ത്യക്കാർ, അതിൽ പ്രത്യേകിച്ചും കേരളീയർ. കാരണം അതിന്റെ മൂല്യം കാരണം. എന്നാൽ സ്വർണത്തെക്കാൾ മൂല്യമുള്ള ഒരു വസ്തു വേറെ ഉണ്ടെന്ന് ഓർക്കണം. ഇപ്പോൾ അതാണ് ഫാഷൻ. അതുകൊണ്ടുള്ള ഉപകരണങ്ങളും അതുകൊണ്ടുള്ള ആഭരണങ്ങളുമാണ് ഇപ്പോൾ ഫാഷൻ പുതിയ കാലത്ത്. അതിന്റെ പേരാ പ്ലാറ്റിനം. പ്ലാറ്റിനത്തിന് വലിയ വിലയാ. അങ്ങനെയുള്ള ഒരു ലോഹത്തിനെ കണ്ടുപിടിച്ച ആളാണ് ഈ വലതുവശത്തെ ചിത്രത്തിൽ കാണുന്ന അന്റോണിയോ ഡി ഉല്ലോവ. അദ്ദേഹം 18ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്ത് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. അവിടുന്നാണ് അദ്ദേഹം ഈ സാധനം, അതായത് നമ്മുടെ പ്ലാറ്റിനം എന്ന ലോഹത്തിന്റെ അയിര് കണ്ടെത്തിയത്. അത് അപൂർവമാണ്, വളരെ കുറച്ച്. അതുകൊണ്ടാണ് വില കൂടുന്നത്. 19ാം വയസ്സിൽ ഈ മനുഷ്യൻ സ്പാനിഷ് നാവിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് ഭൗമ ദൗത്യത്തിന്റെ ഭാഗമായി തീർന്നിരുന്നു. ജിയോഡസിക് എന്താണെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ രൂപത്തിനാണ് പറഞ്ഞ ജിയോഡസിക് എന്ന്. പൂർണ്ണ വൃത്താകാരമല്ല ഭൂമി, അതിന് രൂപം തന്നെ ജിയോഡസിക്കാണ്. അത് കണ്ടുപിടിച്ചൊക്കെ ഫ്രഞ്ചുകാരാണ്. ആ ദൗത്യത്തിന്റെ ഭാഗമായാണ് അയാൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയത്. അന്റോണിയോ ഡി ഉല്ലോവ. ഇടതുവശത്ത് കാണുന്ന ചിത്രമാണ് പ്ലാറ്റിനത്തിന്റെ നഗറ്റ്. നഗറ്റ് എന്ന് പറഞ്ഞാൽ ഓർ, പ്ലാറ്റിനം ഓർ, ശുദ്ധീകരിക്കാത്ത പ്ലാറ്റിനം. നേരത്തെ പറഞ്ഞ ആ സംഘത്തിന്, ജിയോഡസിക് സംഘത്തിന് മറ്റൊരു ദൗത്യം കൂടി ഉണ്ടായിരുന്നു. ഐസക് ന്യൂട്ടനും ദെക്കാർത്തയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മെരീഡിയൻ ചാപം, നേരത്തെ പറഞ്ഞ മെരീഡിയൻ ചാപത്തിന്റെ ദൈർഘ്യത്തെ പറ്റി ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ച് പരിഹരിക്കുക എന്നതും അവരുടെ ലക്ഷ്യമായിരുന്നു. 1745 ഉല്ലോവ സമർപ്പിച്ച റിപ്പോർട്ടിൽ മെരിഡിയൻ ചാപത്തിന്റെ നീളവും ഉണ്ടായിരുന്നു. റിപ്പോർട്ട് ന്യൂട്ടന്റെ അഭിപ്രായം ശരിവെക്കുന്നതായിരുന്നു. ഉല്ലോവയുടെ മറ്റൊരു കണ്ടുപിടുത്തമാണ് ഉല്ലോവ ഹാലോ എന്ന പ്രതിഭാസം. എന്താണ് ഉല്ലോവ ഹാലോ? വലതുവശത്തെ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. അങ്ങ് ദൂരെ ഒരു കൊടുമുടിക്ക് മുകളിൽ സൂര്യൻ ഉദിക്കുന്ന ചിത്രമുണ്ട്. അവിടെ അതിന് ചുറ്റും ഒരു മഴവിൽ കാവടിയും മധ്യത്തിൽ മറ്റൊരു കാവടിയും കാണാം. മഴവിൽ കാവടിയല്ല, അത് യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തിലെ ജലകണങ്ങളിൽ സൂര്യപ്രകാശം ചട്ടി ഡിഫ്രാക്റ്റ് ആവുന്നത് കൊണ്ടാണ്, സ്കാറ്ററിങ് ആവുന്നത് കൊണ്ടാണ് മഴവിൽ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രതിഭാസമാണ് അതിന്റെ ഉള്ളിൽ കാണുന്ന മറ്റൊരു ഭാഗം ഹാലോ. അതിന് പറയുന്നത് പരിവേഷ വലയം അല്ലെങ്കിൽ ഹാലോ. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ബൗഗേഴ്സ് ഹാലോ. അന്തരീക്ഷത്തിലെ ഹിമപരലുകളിലാണ്, മറ്റൊരു ജലപരലുകളിലാണ്. ഇത് ഹിമപരലുകളിൽ തെറ്റ് സൂര്യപ്രകാശം ചിതറിത്തെറിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് നമ്മുടെ ഉല്ലോവയുടെ കണ്ടുപിടുത്തമായിരുന്നു.
ടോബിയാസ് മേയർ എന്നാൽ ഒരു ജർമ്മൻകാരനായിരുന്നു. വളരെ ദരിദ്രനായി ജീവിച്ച ആളാ. ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ ട്യൂഷൻ ക്ലാസ് എടുത്തു കുട്ടികൾക്ക്. 1746 ന്യൂറംബർഗിലെ ഒരു മാപ്പ് നിർമ്മാണ സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്നു. പിന്നീട് അദ്ദേഹം ഗോട്ടിഞ്ചൻ നിരീക്ഷണ നിലയത്തിൽ സൂപ്രണ്ടായി. ചന്ദ്രന്റെ ദൃശ്യദോലനം, ഡയൂർണൽ ലിബറേഷൻ കണ്ടുപിടിച്ചത് ഇയാളാണ്, ടോബിയാസ് മേയർ. അദ്ദേഹം വരച്ച ചന്ദ്രന്റെ മാപ്പ് 50 വർഷങ്ങൾ ശാസ്ത്രലോകം ഉപയോഗിക്കുകയുണ്ടായി. വരച്ചതെന്ന് പറയാൻ കാരണം എന്താ? ആ കാലത്ത് ഫോട്ടോഗ്രാഫി ഇല്ലാന്ന് ഓർക്കണം. ഫോട്ടോഗ്രാഫി വന്നതിന് ശേഷമാണ് ചന്ദ്രന്റെയൊക്കെ മാപ്പ് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പേ ആളുകൾ ടെലിസ്കോപ്പിൽ കൂടെയോ മറ്റോ നിരീക്ഷിച്ച് വരച്ചെടുക്കലായിരുന്നു പതിവ്, നമ്മുടെ ഗലീലിയോ ചെയ്ത പോലെ. അതല്ലെങ്കിൽ മറ്റൊരാളില്ലല്ലോ. നമ്മുടെ ക്ഷീരപഥത്തിന്റെ ദൃശ്യം കടലാസിൽ പകർത്തിയ മനുഷ്യൻ. അതേപോലെ ആ കാലത്ത് മാപ്പുകൾ കൈകൊണ്ട് വരച്ചെടുക്കുകയായിരുന്നു പതിവ്. അങ്ങനെയുള്ള ഈ മാപ്പാണ് ഏറെ കാലം, അതായത് 50ഓളം വർഷങ്ങൾ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുകയുണ്ടായി. ടോബിയാസ് മേയറുടെ മാപ്പുകൾ. മേയർ നിരീക്ഷിച്ച് രേഖപ്പെടുത്തിയ ചന്ദ്രന്റെ ദൈനിക ദോലനമാണ് ഇപ്പുറത്ത് കാണുന്നത്. ആ ചെറിയ തരത്തിലുള്ള ചലനം, അതിനാവുന്നത് ലിബറേഷൻ, ദൈനിക ദോലനം, തിളക്കം. മേയറുണ്ടാക്കിയ ചന്ദ്രന്റെയും സൂര്യന്റെയും പട്ടികൾ പ്രസിദ്ധീകരിച്ചു. 1755 ഈ പട്ടിക ബ്രിട്ടീഷ് ഗവൺമെന്റ് സമർപ്പിച്ചു. അദ്ദേഹം, അന്നത്തെ റോയൽ ആസ്ട്രോണമർ, അത് പരിശോധിച്ചു. വളരെ ചെറിയ വ്യത്യാസമേ കണ്ടെത്തിയുള്ളൂ, 1 ഡിഗ്രി 15 മിനിറ്റുകളുടെ വ്യത്യാസം. മേയർ രാശിചക്രത്തിലെ 998 നക്ഷത്രങ്ങളുടെ വിവരം രേഖപ്പെടുത്തി വെച്ചു. ആ നക്ഷത്രങ്ങളിൽ 80 എണ്ണത്തിന്റെ തനത് ചലനം, അതായത് പ്രോപ്പർ മോഷത്തിന്റെ വിവരവും രേഖപ്പെടുത്തി ഗോട്ടിഞ്ചിന് കൈമാറിയ രേഖകളിൽ ഉണ്ടായിരുന്നു. ആ രേഖകളിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ അപവർത്തനത്തിന്റെ വിശദാംശം ഉണ്ടായിരുന്നു. അപവർത്തനം സംഭവിക്കുന്നത് എങ്ങനെയാണ്? അന്തരീക്ഷം ഒരു ലെൻസ് മാതിരി പ്രവർത്തിപ്പിക്കുമ്പോഴാണ് അപവർത്തനം സംഭവിക്കുന്നത്. പ്രകാശത്തിന്, പ്രകാശം ഒരു സുതാര്യമായ വസ്തുവിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്നത്, ആ സുതാര്യമായ വസ്തുവിന്റെ സാന്ദ്രതക്കനുസരിച്ച് പ്രകാശം അപവർത്തനം ചെയ്യും. അങ്ങനെ അപവർത്തനം ചെയ്യുന്നതുകൊണ്ടാണല്ലോ ടെലിസ്കോപ്പുകൾ ആദ്യകാലത്ത് ലെൻസുകൾ കൊണ്ടുണ്ടാക്കിയത്. ലെൻസുകൾ കൂടെ കടന്നു വരുന്ന പ്രകാശം ലെൻസിന്റെ മറുഭാഗത്തെത്തുമ്പോൾ അപവർത്തനം ചെയ്യും, റിഫ്രാക്ഷൻ ചെയ്യും. അന്തരീക്ഷം അതേപോലെ ചെയ്യുന്നു. അന്തരീക്ഷത്തിന്റെ ഈ അപവർത്തനത്തിന്റെ വിശദാംശവും ഭൂമിയും വ്യാഴം തമ്മിലുള്ള ഗുരുത്വ വിക്ഷോഭവും, അതായത് ഗ്രാവിറ്റേഷണൽ പെർട്ടർബൻസ്, അത് ഭൂമിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഭൗമകാന്തിക തുടങ്ങിയ കാര്യങ്ങളും ഗോട്ടിഞ്ചൻ രേഖകളിൽ ഉണ്ടായിരുന്നു. മേയറുടെ നക്ഷത്ര ചാർട്ടുകൾ 1830കളിൽ ഫ്രാൻസിസ് ബെയ്ലി എന്ന വളരെ പ്രശസ്തനായ വാനനിരീക്ഷകൻ പരിശോധിച്ചു. ചന്ദ്രനിൽ നമ്മുടെ മേയറുടെ പേരിൽ കോപ്പർനിക്കസ് ഗർത്തത്തിന്റെ തൊട്ടടുത്ത് ഒരു ഗർത്തമുണ്ട്, അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ. ഹാനി കേതുവിനെ പറ്റി കേൾക്കാത്ത ആൾ ചുരുങ്ങും. നാം ജയിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ 1985-86കളിലാണ് കാര്യം വന്നിട്ട് പോയത്. കാരണം അതിന്റെ ആവർത്തിച്ച് വരുന്നതിന്റെ കാലഘട്ടം ഏതാണ്ട് 75-76 വർഷങ്ങളാണ്. ഇക്കാര്യം സ്ഥിരീകരിച്ച ആള് എഡ്മണ്ട് ഹാലി എന്ന ന്യൂട്ടന്റെ വളരെ പ്രധാനപ്പെട്ട സുഹൃത്താണ്. ഐസക് ന്യൂട്ടന്റെ. എഡ്മണ്ട് ഹാലിയാണ് ഈ ധൂമകേതുവിന്റെ വരവും പോക്കും പ്രവചിച്ചത്.
പ്രവചിച്ചത് 1705 വരുന്നു പറഞ്ഞത് 1758 പക്ഷെ ഹാലി അപ്പോഴേക്കും ജീവിച്ചില്ല, അന്തരിച്ചുപോയി. 58 വരുമെന്ന ആ ധൂമകേതുവെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഈ വലതുവശത്തിരിക്കുന്ന ജോഹാൻ ജോർജ് പാലിഷ് എന്ന കൃഷിക്കാരനാണ്. അദ്ദേഹം ഒരു അമേച്വർ ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയാണ്. അതായത് ജീവിക്കാൻ മറ്റു ജോലി എടുത്തുകൊണ്ട് ജ്യോതിശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് അമേച്വർ ജ്യോതിശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. അവരുടെ സ്വന്തം ദൗത്യം വേറെ ആളുകളാണ്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, ആചാര്യമാരുണ്ട്, അങ്ങനെ പലരും ഉണ്ടതില്ലേ. നമ്മുടെ ഈ ജോഹാൻ ജോർജ് പാലിഷ് ഒരു കൃഷിക്കാരനാണ്. 1758 ക്രിസ്തുമസ് രാത്രിയിൽ തന്റെ തോട്ടത്തിൽ, കൃഷിയിടത്തിൽ വെച്ചാണ് നമ്മുടെ പാലിഷ് ഈ ഹാലി ധൂമകേതുവെ അതിന്റെ പിന്നത്തെ വരവ് കണ്ടുപിടിച്ചത്. ഓരോ 75 കൊല്ലം കൂടും തോറും വരുന്നു പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഹാലി പ്രവേശിച്ചെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നില്ല കാണാൻ. അത് ആ ഭാഗ്യം ഉണ്ടായത് നമ്മുടെ ഈ പാലിഷിനായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ അറിയപ്പെടാത്ത ഒരു ജ്യോതിശാസ്ത്രത്തിനെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ പേര് ജോൺ മിഷേൽ. നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു വൈദികനായി, ഒരു പാതിരി. പക്ഷേ അപാരമായ കഴിവും പ്രതിഭയുമുള്ള ഒരു മനുഷ്യനായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ ആയിരക്കണക്കിനുണ്ട്. എല്ലാവരും ഒരേപോലെയല്ല. ചിലര് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ ജനമധ്യത്തിൽ എത്തിക്കാൻ വഴിവിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ ഈ ജോൺ മിഷേൽ വളരെ നിശബ്ദനായി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് പോലും പറ്റാത്ത രീതിയിൽ ഭാവിയെ കണ്ട് ഭാവി കാലങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നേരത്തെ പറഞ്ഞ മനുഷ്യനാണ് അയാൾ. എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് കഴിവുണ്ടായി. ഗുരുത്വം, ബലം, പ്രകാശികം, ഭൂഗർഭശാസ്ത്രം, എല്ലാ മേഖലകളിലും വളരെ മൗലികമായ സംഭാവന നൽകിയ ആളായിരുന്നു നമ്മുടെ ഈ പറയുന്ന ജോൺ മിഷേൽ. ആദ്യമായിട്ട് സ്ഥിതികം എന്ന ശാസ്ത്രശാഖ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ്, അത് ജ്യോതിശാസ്ത്രത്തിൽ ഉപയോഗിച്ച ആളാണ് അദ്ദേഹം. ഭൂമിയുടെ പിണ്ഡം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ഭ്രാന്തായിരുന്നു. അത് കണ്ടുപിടിക്കാൻ അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ ചെലവഴിച്ചു. സ്വന്തമായി ഉപകരണങ്ങൾ ഉണ്ടാക്കി. അത്തരത്തിലുള്ള ഉപകരണം അവിടെ കാണുന്നത് ടോർഷൻ ബാലൻസ്. 1750 അദ്ദേഹം ഒരു പുസ്തകം ഉണ്ടാക്കി, എ ട്രിറ്റൈസ് ഓഫ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, കൃത്രിമ കാന്തം എന്നതിനെ പറ്റി ഒരു പ്രബന്ധം ഉണ്ടാക്കി. അത് കാംബ്രിഡ്ജിൽ അവതരിപ്പിച്ചു. അതിൽ കൃത്രിമ കാന്തം ഉണ്ടാക്കാനുള്ള രീതിയും പ്രകൃതിദത്ത കാന്തത്തെക്കാൾ അവയുടെ ഗുണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഭൂഗർഭശാസ്ത്രത്തിൽ 20-ാം നൂറ്റാണ്ട് വരെ മിഷേലിന്റെ ആശയത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. 1755 ലിസ്ബൺ ഭൂകമ്പത്തെ തുടർന്ന് കൺജങ്ക്ചർ കൺസേണിംഗ് ദ കോസ് ആൻഡ് ഒബ്സർവേഷൻ അപ്പോൺ ദ ഫിനോമിന ഓഫ് ദ എർത്ത്ക്വേക്ക് എന്നൊരു പ്രബന്ധം അദ്ദേഹം ഉണ്ടാക്കി. ആ കാലത്ത് ഭൂകമ്പശാസ്ത്രമൊന്നും പ്രായപൂർത്തി എത്തിയിട്ടില്ല. ഈ പ്രബന്ധത്തിൽ അദ്ദേഹം ഭൂകമ്പം തരംഗരൂപേണയാണ് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. ഭൂമിക്കടിയിലെ അടുക്കുകൾ, പ്ലേറ്റുകൾ അവയുടെ സ്ഥാനഭ്രംശം സംഭവിക്കുകയോ കൂട്ടിമുട്ടുകയോ ഉരസുകയോ ചെയ്യുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് അദ്ദേഹം പ്രവചിച്ചു. ലിസ്ബൺ ഭൂകമ്പത്തിന്റെ പ്രഭാവവും തരംഗത്തിന്റെ ചലനവും അദ്ദേഹം കൃത്യമായി കണക്കാക്കിയിരുന്നു. അതുമാത്രമല്ല, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സമുദ്ര അന്തർഭാഗത്താണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്കൊക്കെ അറിയാമല്ലോ. 2004 സുനാമി നമുക്കറിയാം. തായ്ലാൻഡിലെ സുനാമിയുടെ ചിത്രമാണ് കാണുന്നത്. നമ്മുടെ കേരളത്തിൽ പോലും 2000-ൽ കൂടുതൽ ആളുകൾ അന്തരിച്ചു പോയിരുന്നു സുനാമി കാരണം. തെക്കൻ കേരളത്തിൽ സുനാമിക്ക് കാരണം ഭൂകമ്പമാണെന്ന് മിഷേൽ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ ഭൂകമ്പത്തെ പറ്റി മാത്രമല്ല ഭൂവൽക്കത്തെ പറ്റി, മാൻഡിലിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. 1751 മിഷേലിന് റോയൽ സൊസൈറ്റി അംഗത്വം കൊടുത്തു.
ഒരു കാന്തത്തിന്റെ ധ്രുവങ്ങളിൽ അനുഭവപ്പെടുന്ന കാന്തശക്തി, അതിന്റെ ധ്രുവങ്ങളിൽ നിന്ന് അകലും തോറും അതിന് ശക്തി കുറയുമെന്ന് മിഷേലാണ് കണ്ടെത്തിയത്. ഗുരുത്വബലം പോലെ അദ്ദേഹം ആ നിയമത്തിനൊരു പേരിട്ടു, വ്യുൽക്രമവർഗ നിയമം. കാന്തത്തിൽ നിന്ന് ദൂരെ പോകുന്തോറും ശക്തി കുറയും, അടുത്ത് വരുന്തോറും ശക്തി കൂടും എന്നാണ് നിയമം പറയുന്നത്. കാന്തശക്തി മനസ്സിലാക്കുവാൻ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റിക്കൽ ബോഡീസ് എന്ന ഒരു പ്രബന്ധം അദ്ദേഹം എഴുതി. നേരത്തെ പറഞ്ഞ ഭൂമിയുടെ പിണ്ഡം അളക്കുകയെന്ന് മിഷേലിന്റെ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ടോർഷൻ ബാലൻസ് നേരത്തെ കാണിച്ച ഉപകരണം ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുമ്പ് അന്തരിച്ചുപോയി. പിന്നീട് ഹെൻറി കാവൻഡിഷ് റോയൽ സൊസൈറ്റിയിലെ ലാബിന്റെ ചുമതലക്കാരൻ ആണത് പൂർത്തിയാക്കിയത്. കാവൻഡിഷ് ഈ പരീക്ഷണത്തിന്റെ പൂർണ്ണ അവകാശം മിഷേലിന് കൊടുത്തു. കാരണം കൂടുതൽ സംസാരിക്കാത്ത ഒരാളാണ് മിഷേൽ. നക്ഷത്ര പഠനത്തിൽ മുഴുകിയ മിഷേലിന് അതിന്റെ സ്ഥിതികവും ഗണിതവും ഉപയോഗിച്ച നക്ഷത്രങ്ങളെ ബഹുഭൂരിപക്ഷവും ഇരട്ടകളാണെന്ന് കണ്ടെത്തി. പല നക്ഷത്രങ്ങളും വൃന്ദത്തിൽപ്പെട്ടവയാണെന്നും സമർത്ഥിച്ചു. കാർത്തിക എന്ന വൃന്ദം, നമ്മൾ കാണുന്ന ആകാശത്തെ കാണുന്ന കാർത്തിക വൃന്ദം, അതിനെക്കുറിച്ച് ആധാരമാക്കി നടത്തിയ പഠനത്തിൽ ഇത്തരം വൃന്ദങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടാകാമെന്നും ഗുരുത്വബന്ധം ഉണ്ടാകാമെന്നും 1767 നടത്തിയ പഠനപ്രകാരം മിഷേൽ അവകാശപ്പെട്ടു. 1783 റോയൽ സൊസൈറ്റിയുടെ ഫിലോസഫിക്കൽ ട്രാൻസാക്ഷൻ എന്ന പ്രബന്ധത്തിൽ വലതുവശത്തെ കാണുന്ന ചിത്രം തമോഗർത്തത്തിന്റെയാണ്. ഈ ഗർത്തത്തിന്റെ ചിത്രം എടുത്ത് 2015 അതുവരെ തമോഗർത്തത്തിന്റെ ചിത്രം എടുക്കാൻ കഴിയില്ല എന്നായിരുന്നു ശാസ്ത്രലോകം കരുതിയത്. അതിന്റെ ധാരാളം ഇത്തരം തമോദ്വാരങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടാകാമെന്നും അവയെ ഡാർക്ക് സ്റ്റാർ എന്നും വിളിച്ചത് നമ്മുടെ മിഷേലാണ്. എത്ര കൊല്ലങ്ങൾക്ക് മുമ്പേ? ഇത് 21ാം നൂറ്റാണ്ടാണ്. ഈ 21ാം നൂറ്റാണ്ടിലാണ് തമോഗർത്തത്തിന്റെ ഫോട്ടോ എടുത്തത്. 200 കൊല്ലങ്ങൾക്ക് മുമ്പേ അതിഭീമൻ തമോഗർത്തത്തിന്റെ ഒരു ചിത്രമാണിത്. അതൊരു കലാകാരൻ വരച്ചതാണ് ചിത്രം. അതിന് അദ്ദേഹം കൊടുത്ത പേര് ഡാർക്ക് സ്റ്റാർസ് എന്നാണ്. ഇരുണ്ട നക്ഷത്രങ്ങൾ അവയുടെ ശക്തമായ ഗുരുത്വബലത്താൽ പ്രകാശത്തെ തടയും. നക്ഷത്രത്തിന്റെ പിണ്ഡമറിഞ്ഞാൽ ആ പ്രകാശത്തിന്റെ വേഗത കണക്കാക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത്തരം നക്ഷത്രങ്ങളുടെ ഗുരുത്വം വളരെ ശക്തമായതിനാൽ പലായന പ്രവേഗം പ്രകാശത്തെക്കാൾ വേഗം കൂടാമെന്നും വലിപ്പം സൂര്യന്റെ 500 ഇരട്ടിയും കൂടാമെന്നും അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു. ഇവ പ്രപഞ്ചത്തിൽ ധാരാളമുണ്ടെന്നും ഇരട്ട നക്ഷത്രങ്ങളുടെ ഇടയിൽ പോലും തമോദ്വാരങ്ങൾ ഉണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ആ കാര്യം ക്ഷീരപഥത്തിലെ 12 തമോഗർത്തങ്ങൾ എക്സ്റേ ദുർണ്ണങ്ങളാണെന്ന് പറഞ്ഞ മിഷേലിന്റെ കണ്ടെത്തൽ പിന്നീട് പേര് സൈമൺ ലാപ്ലാസ് ശരിവെക്കുകയായിരുന്നു. ലാപ്ലാസ് ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. പിന്നീട് 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം 1970കളിലാണ് തമോഗർത്തത്തിന്റെ പഠനങ്ങൾ മുന്നേറിയത്. മിഷേലിന്റെ ദീർഘവീക്ഷണം അപ്പോഴാണ് മനസ്സിലായത് ശാസ്ത്രത്തിന്. മിഷേൽ സ്വന്തം ആവശ്യത്തിനുള്ള 2 ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കിയിരുന്നു. അവ 30 ഇഞ്ച് വലിപ്പമുള്ള പ്രതിഫലന ടെലിസ്കോപ്പുകളായിരുന്നു. രണ്ടും മിഷേലിന്റെ മരണശേഷം വില്യം ഹെർഷൽ വില കൊടുത്ത് വാങ്ങി. 1784 മിഷേൽ കാവൻഡിഷ് ലാബിലേക്ക് അയച്ച കത്തിൽ പ്രകാശത്തിന്മേൽ ഗുരുത്വബലത്തിന്റെ പ്രഭാവത്തെ പറ്റിയും ഗുരുത്വം കൊണ്ടുണ്ടാവുന്ന ചുവപ്പ് നീക്കം റെഡ് ഷിഫ്റ്റ് കണ്ടെത്താൻ സാധാരണ പ്രിസം ഉപയോഗിക്കാമെന്നും തമോഗർത്തത്തിന്റെ ഷ്വാർസ്ചൈൽഡ് റേഡിയസിനെ പറ്റിയുമുള്ള വിവരങ്ങൾ അതിലടങ്ങിയിരുന്നു. ഇവയൊക്കെ 20ാം നൂറ്റാണ്ടിൽ കണ്ടെത്താൻ പോകുന്ന പ്രതിഭാസങ്ങളായിരുന്നു എന്ന് ഓർമ്മ വേണം. മിഷേൽ കാലത്തിനു മുമ്പേ നടന്ന അജ്ഞാത പ്രതിഭയായിരുന്നു. അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല.